ക്രിക്കറ്റ് പ്രൊഫഷണലി പെർസ്യൂ ചെയ്യുന്ന പോലെയല്ല നമ്മൾ പബ്ജി പ്രൊഫഷണലി പെർസ്യൂ ചെയ്യാന്ന് പറയുന്നത്. ഒരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കാൻ സ്ട്രീമിംഗ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു മലയാളം ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യും, മലയാളി സ്ട്രീമറായിട്ടാണ് വരാനെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സിനാരിയോയിൽ ടോക്സിക് ആകാതെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഹാർഡ് ടു ഡു. പേരിടുന്ന സമയത്ത് എന്തായിരുന്നു അശ്വിൻ ചേട്ടൻ മനസ്സിൽ? ബ്ലൈൻഡ് സൈക്കോ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ണു കാണാത്ത ഭ്രാന്തൻ അങ്ങനെ അർത്ഥം നോക്കിയിട്ടല്ല. ഞാൻ സൈക്കോ ഫാൻറ്റ് എന്നുള്ളൊരു വാക്കിൽ നിന്ന് പറയും. ആ വാക്കിന്റെ അർത്ഥം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബാക്കിയുള്ളവരെ ഉപയോഗിക്കുക. ബ്രാൻഡിന്റെ പേര് സീറോ സിഗ്നൽ, അതായത് സിഗ്നൽ ഇല്ലായ്മ. പക്ഷേ കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോൺ എടുക്കും. ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൈക്കോ വരുമ്പോൾ എന്തായിരുന്നു ആദ്യം മനസ്സിൽ? നമുക്ക് ബിസിനസിന്റെ അകത്ത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിലിറ്റി, ആ ഒരു ഓണർ എന്നൊക്കെ ഉള്ള ഒരു ട്രൂത്ത്ഫുൾ ആകുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ സൈക്കോയ്ക്ക് വളരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഗെയിമറിൽ നിന്നൊരു ബിസിനസ് മാനിലേക്ക് പോകുമ്പോഴേ ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ആദ്യം ഒരു ബിസിനസ് തുടങ്ങാതെ PC ബ്രാൻഡ് തന്നെ ആവാൻ? ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ യൂഷ്വലി തുടങ്ങുന്ന ഒരു ബിസിനസ് അല്ല ഈ PC ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ കാണുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുക എന്ന് പറയുന്നത് ഞാൻ എന്ന ഒരു വർക്കർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. ആൾക്കാർ ആക്ച്വലി വിചാരിച്ചേക്കുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് ഗെയിമിംഗ് ഫീൽഡിലേക്ക് കടന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു 5 വർഷം കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തുന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 10 വർഷം എന്നുള്ളൊരു ഗോളല്ല, ആക്ച്വലി ചെറിയ ബേബി സ്റ്റെപ്സിൽ നിന്ന് ഇത് ചെയ്യുക, മന്ത്ലി ഇത്ര ടാർഗറ്റ് വയ്ക്കുക, അതൊക്കെയാണ് മെയിൻലി ഇപ്പം നോക്കുന്നത്. നമ്മൾക്കൊരു വിഷനുണ്ട്, ബ്രാൻഡ് എവിടെ എത്തി നിൽക്കണം എന്നുള്ളൊരു വിഷനുണ്ട്. പക്ഷെ അത് ഇപ്പം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതിന് താല്പര്യമില്ല, ചെയ്തിട്ട് അത് കാണിക്കാന്നുള്ള താല്പര്യം. കാലം മാറി, ഇനി അങ്ങോട്ട് എൻട്രി മസ്റ്റാ. സ്കില്ലിൽ മുന്നിൽ നിൽക്കാൻ മുന്നിലുണ്ട് ഇൻഡിമാൻഡ് കോഴ്സുകൾ. എൻട്രി, ഡൗൺലോഡ് ദി ആപ്പ് നൗ. ഈ ഒറ്റക്ക് നടക്കാനും ഒറ്റക്ക് സിനിമ കാണാനും ഇഷ്ടമുള്ള ഒരാള് ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ പാർട്ട്ണറായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് സൈക്കോ വരുമ്പോൾ എന്തായിരുന്നു ആദ്യം മനസ്സിൽ? എക്സ്പെക്ടേഷൻസ് പൊതുവെ നമുക്ക് ഉണ്ടാകുമല്ലോ. സൈക്കോയുടെ ആ ഒരു ഇത്ര നാള് ക്രിയേറ്റ് ചെയ്ത ഒരു ഇമ്പാക്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പം നമ്മൾ എസ്പെഷ്യലി ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റിൽ പ്രോബ്ലംസും കാര്യങ്ങളും കോൺട്രവേഴ്സി ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സൈക്കോ. അപ്പം നമുക്ക് ബിസിനസ്സിൻ്റെ അകത്ത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിലിറ്റി, ആ ഒരു ഓണർ എന്നൊക്കെ ഉള്ള ഒരു ട്രൂത്ത്ഫുൾ ആകുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടർ സൈക്കോയ്ക്ക് വളരെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് നമുക്ക് ബിസിനസ്സിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബിസിനസ് പാർട്ട്ണറിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രേറ്റ് ആണ്, ക്യാരക്ടർ ട്രേറ്റ് ആണ്. അപ്പം അത് സൈക്കോയ്ക്കുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വന്നെത്തിയത്. ഇത് ആദ്യത്തെ ആരുടെ ഐഡിയ ആയിരുന്നു? ഇപ്പൊ ഒരു ഗെയിമറിൽ നിന്നൊരു ബിസിനസ് മാനിലേക്ക് പോകുമ്പോഴേ ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ആദ്യം ഒരു ബിസിനസ് തുടങ്ങാതെ PC ബ്രാൻഡ് തന്നെ ആവാൻ? ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ യൂഷ്വലി തുടങ്ങുന്ന ഒരു ബിസിനസ് അല്ല ഈ ഒരു ബ്രാൻഡ്, പ്രത്യേകിച്ച് ഈ PC ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ കാണുന്ന ഒരു സംഭവമല്ല. യൂഷ്വലി മെർച്ചൻഡൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡുമായിട്ട് പാർട്ട്നേർഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു പരിപാടി ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ഞാൻ എന്ന ഒരു വർക്കർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. 2018 ഞാൻ ഡ്രോപ്പ് ചെയ്ത എഞ്ചിനീയറിംഗ്. MA കോളേജിൽ 1 ഇയർ പോയി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ആൾക്കാർ ആക്ച്വലി വിചാരിച്ചേക്കുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് ഗെയിമിംഗ് ഫീൽഡിലേക്ക് കടന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് എഞ്ചിനീയറിംഗ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലാഞ്ഞത് ഈ ഫീൽഡിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ വല്ലാതെ അലട്ടിയത്. അതായത് എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ യൂഷ്വലി ആ ഫീൽഡ്, അതായത് ചെയ്യുന്ന കാര്യം അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിലും പ്ലേസ്മെൻറ്റ് കിട്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ഒരു IT ഫീൽഡിൽ ഏതെങ്കിലും ജോബിലായിരിക്കും. എനിക്കതിനോടൊരു താല്പര്യം ഫസ്റ്റ് ഇയറിലേ ഉണ്ടായില്ല. അപ്പോൾ എന്താ, ഈ ഒരു ട്രയൽ ആൻഡ് എറർ പോലെയായിരുന്നു ആ ഒരു കരിയർ. ലൈക്ക് നോക്കാം എന്നിട്ട് വേണ്ടാന്ന് വെക്കാമെന്ന് പറയുന്നത് ഞാനത് വേണ്ടാന്ന് വെച്ചാണ്. എൻ്റെ പാഷൻ ആക്ച്വലി ഇരിക്കുന്നത് ഡിസൈനിങ്ങിലാണ്. അങ്ങനെ ഞാൻ 2019 എനിക്ക് നിഫ്റ്റിൻ്റെ ഇത് കിട്ടിയായിരുന്നു, സീറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴാണ് കൊറോണ ഹിറ്റ് ചെയ്തത്. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും മോസ്റ്റ് ലൈക്ലി 2-3 കൊല്ലെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുള്ളൊരു റീസൺ കൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് ഈ ഗെയിമിംഗ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ PC ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ 2019-18 തുടങ്ങിയതായതുകൊണ്ട്, ലൈക്ക് ഗെയിം കളിക്കാൻ തുടങ്ങിയതായതുകൊണ്ട് ഏകദേശം 7 ഇയേഴ്സോളം ഈ ഫീൽഡിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 3.5 ഇയേഴ്സ് മുന്നേ ആലോചിച്ചാൽ എന്തുകൊണ്ടൊരു ഗെയിമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തുകൂടാ, അതും PC ബ്രാൻഡ് തന്നെ. കാരണം ഞാൻ PC ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓഫ് കോഴ്സ് ഞാനൊരു കൺസ്യൂമറായിരുന്നു. പക്ഷേ കൺസ്യൂമറിലുപരി
ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഗെയിമിംഗ് ഇൻഫ്ലുവൻസേഴ്സിൽ ആദ്യം വന്ന കുറച്ച് പേരിൽ ഒരാളാണുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെയുള്ളൊരു ആൾ കുറേ കാര്യങ്ങൾ അറിയാം നമുക്ക്. ഈ PC വാങ്ങുമ്പോൾ എന്തൊക്കെ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, ലൈക്ക് ഒരു ക്രിയേറ്ററിന് എന്തൊക്കെ പ്രിവിലേജ് കിട്ടുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്, ആൻഡ് അതുവഴി എത്ര പേര് വാങ്ങുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു സാഡ് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഒരു ബ്രാൻഡ് PC തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ്, അതായത് റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ളത് കൂടാതെ സർവീസിൽ പെട്ടെന്നുള്ള കോള് ഇത് ചെയ്യുക. ഇപ്പോൾ നമ്മളെന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുമ്പോൾ അപ്പം തന്നെ സ്വിഫ്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കുക, അങ്ങനെ ഒരുപാട് പ്രിവിലേജ് ഉണ്ട്. പക്ഷെ ഒരു നോർമൽ PC എടുക്കുന്ന ആൾക്ക് ഇതുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ, ഈ ക്രിയേറ്റേഴ്സിനെ വച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാരെ ഈ ബ്രാൻഡിൻ്റെ എക്സിസ്റ്റൻസ് അറിയിക്കുക, ആൻഡ് ഈ ക്രിയേറ്റർ ഇന്ന ബ്രാൻഡ് എടുക്കുന്നു എന്നുള്ളതിലൂടെ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുക, അത് ഓർഡേഴ്സിലേക്ക് കൺവേർട്ട് ആവുക, അങ്ങനത്തെ കുറേ കാര്യം ഉണ്ടായില്ല. പക്ഷേ ഈ ഓർഡേഴ്സ് കൺവേർട്ടായി കഴിഞ്ഞിട്ട് ഈ PC ബ്രാൻഡ്സിൻ്റെ യൂഷ്വലി ഉള്ളൊരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെയിൽസ് അവിടെ തീരാണ്. അതായത് വൺസ് യു ഡെലിവർ എ PC, പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഒരു നോർമൽ യൂസറിന് അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇഫ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അതായിരിക്കും എക്സ്പീരിയൻസ് എന്ന് എനിക്കൊരു 90% ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ, എൻ്റെ അച്ഛൻ ആക്ച്വലി സെയിൽസിലാണ്. 35 years ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ സെയിൽസിൻ്റെ ഹെഡാണിപ്പോൾ ഒരു കമ്പനിയിൽ. അപ്പോൾ അദ്ദേഹം വഴി എനിക്കറിയാം ഈ കസ്റ്റമർ ഇൻട്രാക്ഷൻ ആൻഡ് അവരെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. സെയിൽസ് കഴിഞ്ഞ് ഒരിക്കലും കസ്റ്റമറിൻ്റെ ആ ഒരു ഇത് നമ്മൾ തീർക്കാൻ പാടില്ല. അതായത് റിലേഷൻ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. ആക്ച്വലി അവിടെ നിന്നാണ് റിലേഷൻ തുടങ്ങുന്നത്. നമ്മളൊരു വൺസ് ഒരു PC ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആ ഒരു കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ ആക്ച്വലി സ്ട്രോങ്ങർ ആവണ്ടേ. ഈ കാര്യം പലപ്പോഴും ബ്രാൻഡ്സ് മറക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ഞാൻ എന്ന പേഴ്സണിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ്, എന്നെ വിശ്വാസമുള്ളവർക്ക് ആ ഒരു ബ്രാൻഡിലൊരു വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യത്തിന് പറ്റിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അത് കീപ്പ് ചെയ്യുക. ആൻഡ് ഞാൻ ഒരിക്കലും PUBG അല്ലെങ്കിൽ ഈ എൻജിനീയറിംഗ് വിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയത് ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല. മണി നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കിയിട്ടോ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയോ അല്ല യൂട്യൂബോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഒരു കരിയറായിട്ട് എടുത്തത്. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് അതൊക്കെ പിന്നെ പുറകെ വന്നത്. ഞാൻ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല. അതൊക്കെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് 100% ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒപ്പം വന്നേക്കുന്ന അഡീഷണൽ പ്രിവിലേജാണ്. അല്ലാതെ സബ്സ് കൂട്ടാൻ വേണ്ടി ഒരു രീതിയിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല, അഡീഷണൽ സ്റ്റണ്ടോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ആക്ച്വലി ലൈവ് സ്ട്രീംസ് വഴി മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഗ്രോ ആയേക്കുന്നത്. വർഷത്തിൽ മേ ബി 12 വീഡിയോ വല്ലതും ഇട്ടു, അത്രേ എൻ്റെ ചാനൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇൻവോൾവ്മെൻറ്റ് 100% ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ വന്നോളും. എന്ന് കരുതി ഒരു സാധനം ഫ്രീ ആയിട്ട് ചെയ്യണമെന്നല്ല കേട്ടോ. ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയല്ല ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് എന്നെ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും ആ ബിസിനസ് എന്നുള്ളൊരു ആസ്പെക്റ്റ് നോക്കിക്കൊണ്ടല്ല. എനിക്ക് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്തൊക്കെയോ തന്നിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു തരാമെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ PC ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീഷർട്ട് ഇറക്കിയാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ? എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിഫ്റ്റ് ചെയ്തതാണല്ലോ. പ്രോബ്ലി PC ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടിരുന്നു. പ്രോബ്ലി ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഈ ആളുടെ ഇടയ്ക്കൊക്കെ ഒരു സ്റ്റൈലിങ്ങും ഭയങ്കര രസമാണ്. ഇപ്പോഴും യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ആളുടെ ഒരു വീഡിയോസ് കാണുമ്പോൾ കുറച്ച് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളെ പോലെയാ തോന്നണേ. ഞാനൊരു പഴഞ്ചനാന്ന് ഞാൻ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അത് മുടി കളർ ചെയ്തൊക്കെ ചുമ്മാ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്ന പരിപാടി, അല്ലാതെ സ്റ്റൈലോ ട്രെൻഡോ ഫോളോ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ഈ ഡ്രസ് ഇട്ടേക്കുന്ന എന്റെ മിക്കവാറും പേര് 2020 ഔട്ട്ഡേറ്റഡ് ആയ എന്നിരുന്നാലും എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഡ്രസ് ഇടുന്നത് എനിക്ക് ഇഷ്ടത്തിനല്ലേ, അല്ലാതെ വേറൊരാൾക്കുടെ ഇഷ്ടത്തിന് നോക്കി ചെയ്യാൻ പറ്റില്ല. മുടി കളർ അടിച്ചത് അങ്ങനെ തന്നെയാ. മുടി കളർ അടിച്ച് ലൈക്ക് ബ്ലോണ്ട് അടിച്ചിട്ട്, അതായത് പ്ലാറ്റിനം ബ്ലോണ്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് ചെന്ന് 2 ദിവസത്തേക്ക് എന്നോട് അച്ഛൻ സംസാരിച്ചില്ല ഈ കളർ കണ്ടപ്പോൾ. കാരണം ഇവിടെ നിന്ന് ഇത്രയും വൈറ്റ് കളർ അടിച്ചേക്കുമായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് മുഖം ഒന്ന് മറ്റേ കടന്നല് കുത്തിയേക്കുന്ന പോലെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ എന്തിനാ വെട്ടിയെന്നായി. അപ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ.
ഈ ഗെയിമിംഗ് എന്ന് പറയുമ്പം അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇപ്പം മാക്സിമം ഗെയിമിംഗ് ചെയ്യണം ഇഷ്ടപ്പെട്ട് തുടങ്ങി, അതൊരു ജോബായിട്ട് വരെ കുട്ടികൾ കണ്ടു തുടങ്ങി. ഇപ്പം ഒരു 7 വർഷത്തെ ഒരു സ്ട്രീമിംഗ് ഗെയിമിംഗ് കളിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അന്നത്തെ സ്ട്രീമിങ്ങും ഇന്നത്തെ സ്ട്രീമിങ്ങും നോക്കുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് എന്താ, മാറ്റമായിട്ട് തോന്നുന്നത് എന്താ? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് ഒരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കാൻ സ്ട്രീമിംഗ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ അതിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഏത് ഓഡിയൻസിനെയാണ് പ്ലീസ് ചെയ്യാൻ നോക്കുന്നത്? കേരളത്തിലാണോ, അതോ ഇന്ത്യൻ ഓഡിയൻസ് ആണോ, അതോ ഇൻ്റർനാഷണൽ ലെവലിലാണോ? ഈ കുറച്ച് എന്താ ഈ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ എഴുതി കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും, ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിൻ്റെ. ഏത് ഫീൽഡിലാണ്, ഏത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു മലയാളം ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യും, മലയാളി സ്ട്രീമറായിട്ടാണ് വരാനെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സിനാരിയോയിൽ ടോക്സിക് ആകാതെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഹാർഡ് ടു ഡു. ഒരു ഗെയിമിൽ എക്സ്പെർട്ടീസ് കാണിച്ച് ആ ഗെയിമിലെ സ്കിൽ ലെവൽ വെച്ചുകൊണ്ട് മാത്രം ഇന്ന് തുടങ്ങുന്ന ഒരാൾക്ക് കയറി പോകാമെന്ന് പറഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ്. ഇപ്പം ഗെയിം സ്ട്രീമിംഗ് നല്ലല്ലോ, ഇപ്പൊ കൂടുതൽ ഇപ്പൊ സ്ട്രീമിംഗ് ആയി മാറി. ഗെയിം സ്ട്രീമിംഗ് അല്ല, ഗെയിമിംഗ് ഇപ്പം 10% താഴെ ഉള്ളൂ. അത് ലെസ് ദാൻ 10% ആണ് ഗെയിമിംഗ് കളിക്കുന്നത്. ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവര് പറയുന്ന കാര്യങ്ങള് അതിലേക്ക് ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വലിയൊരു ലൈൻ ഉണ്ട് അവിടെ, ഗെയിമിംഗ് വേറെ സ്ട്രീമിംഗ് വേറെ. ആ ലൈൻ ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അത്യാവശ്യം ഏജ് ഉള്ള ഒരാൾക്ക്, ഈ ഫീൽഡ് പുതുമയുള്ള ഒരാൾക്ക്, ഒരാൾ സ്ട്രീം ചെയ്യുന്നതും ഒരാൾ ഗെയിം ചെയ്യുന്നതും രണ്ടും ഒരുപോലെ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം ഈ സ്ട്രീം ചെയ്യുന്നവർക്കാണ് അറ്റൻഷൻ കിട്ടുന്നത്. അവരുടെ പേര് വരുമ്പോഴോ അവർ ഗെയിമർ ആണ് എന്നുള്ളൊരു ലേബലിലാണ് വരുന്നത്. അപ്പം ആക്ച്വലി പ്രൊഫഷണലി ഗെയിമിംഗ് ഫോളോ ചെയ്യാൻ നോക്കുന്നവർക്കും ഇതൊരു ബാഡ് ഇംപ്രഷനെ കൊടുക്കുന്നുള്ളൂ. കാരണം അവർ ചെയ്യുന്ന പരിപാടി ഈ സ്ട്രീമിംഗ് ആയിട്ട് യാതൊരു ബന്ധവും കാണില്ല, പക്ഷെ അവരുടെ ലേബലോ ഗെയിമറാണ്. ഈ വരുന്നവരുടെ ലേബലോ അതും ഗെയിമറാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊരു പ്രൊഫഷണൽ വർക്ക് പോലെ എടുക്കാൻ പറ്റുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു സംഭവമാണ്. അതിന് പ്രോപ്പർ റെഗുലേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസിയേഷൻ വരുത്താൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും ഒരു നേരത്തെ ഈ ഗെയിമിംഗ് തുടങ്ങിയ സമയത്തേക്കാൾ ഒരു മോശം ഇംപ്രഷനാണ് ഗെയിമിംഗ് എന്നുള്ളതിന് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഞാൻ തുടങ്ങിയ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ഫെയർലി ന്യൂവർ സംഭവമാണ്. ഗെയിം കളിച്ചിരിക്കുക എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുള്ളൂ. സമയം കളയാൻ നേരം പോക്കുന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ ക്രിക്കറ്റ് പ്രൊഫഷണലി പെർസീവ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ പബ്ജി പ്രൊഫഷണലി പെർസീവ് ചെയ്യാന്ന് പറയുന്നത്. ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് റിമാർക്കാണ്. കാരണം ആൾക്കാർ നോക്കുമ്പോൾ വെട്ട് കുത്ത് എന്നുള്ള പരിപാടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ സ്കൂളല്ലെങ്കിൽ കോളേജ് ഞാൻ പറയത്തില്ല, കോളേജിൽ ഞാൻ അധികം പഠിക്കാൻ ചെയ്തിട്ടില്ല. സ്കൂളിൽ എങ്ങനെയായിരുന്നു ഞാൻ ഓരോ സബ്ജക്ട്സും പഠിക്കാതിരുന്നത്, അതേപടി ആ എക്സാക്ട് ഇൻവോൾവ്മെന്റ് ആണ് ഞാൻ ഗെയിമിലും എടുത്തിട്ടുള്ളത്. ഞാൻ ഒരിക്കലും എന്തെന്നാ സമയം കളയാൻ വേണ്ടി അല്ല ഇത് തുടങ്ങി. എനിക്കറിയാം ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ആകുന്നുള്ള കാര്യം 100% ബോധമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആക്ച്വലി ഒരു A4 പേപ്പറിൽ 2 സൈഡിൽ ഞാൻ എഴുതി കൊടുത്തു. എഞ്ചിനീയറിംഗ് ഞാൻ എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ട് ഈ സമയത്തിൽ പബ്ജി കളിക്കാൻ പോകുന്നു എന്നുള്ള എഴുതി കൊടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇരുന്നത്. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? കടന്നിൽ കുത്തുക. ആ മുടി കളർ ചെയ്തപ്പോൾ പോലെയുള്ള സെയിം അവസ്ഥ തന്നെയായിരുന്നു. കാരണം എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു മിഡിൽ ക്ലാസ് പേരൻറ്റിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു വിയേർഡ് പാത്തിലേക്ക് ഇറങ്ങാന്ന് പറയുന്നത്. എസ്പെഷ്യലി എൻ്റെ ഇപ്പം സ്കൂളിലെ ടീച്ചേഴ്സ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഞാനൊരു ഗെയിമർ ആണെന്നുള്ള കാര്യം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ഭയങ്കര സൈലന്റ് ആയിട്ട് മുടിയൊക്കെ എണ്ണയൊക്കെ ഒട്ടിച്ച് കുറിയൊക്കെ തൊട്ട് നടന്ന ഒരാളാണ്. നാടെന്ന് പറഞ്ഞ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. ഒരു 5ാം ക്ലാസ്സിൽ റൂള് വന്നപ്പോൾ അങ്ങനെ എന്നെ ഫോളോ ചെയ്ത് പോയ ഒരാളാണ് ഞാൻ. ഫുട്ബോൾ കളിക്കുമ്പോൾ പോലും സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്ന് ഞാൻ പറഞ്ഞു, ലൈക്ക് കസ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും ഞാൻ കറക്റ്റ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഈ 2:30 ബെല്ലടിക്കും, ആ സമയം വരെ ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 10th കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്വഭാവം മാറ്റിയത്. കാരണം അതൊരു ഒരു വാശി പോലെ എടുത്തതാ. ഇങ്ങനൊരു റൂള് വന്നപ്പോൾ അത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഹരമായിരുന്നു. ലൈക്ക് എല്ലാവരും ഒരു വഴിക്ക് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് വഴിക്ക് നടക്കാന്ന് പറയുന്ന ഒരു കൊച്ചിലുള്ള ഒരു ശീലം എങ്ങനെ വന്നേന്നറിയില്ല. പെൻഗ്വിനെ പോലെ, ആ പെൻഗ്വിനെ പോലെ. പക്ഷെ ആ പെൻഗ്വിന്റെ അവസ്ഥ എന്താണെന്ന് പറയില്ല. പക്ഷെ ആ ഒരു എന്തോ ഒരു വിയേർഡ് ക്വാളിറ്റി, അത് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് വിയേർഡ് ആയിരുന്നു. ആ വിയേർഡ്നെസ് മാത്രമേ ഫോളോ ചെയ്തുള്ളൂ, അല്ലാതെ എണ്ണ ഒട്ടിക്കുന്ന പരിപാടി നിർത്തി. ഭയങ്കര ട്രെൻഡ് ഔട്ടായി.
ഈ ആളുടെ ഫാനായിരുന്നു സൈക്കോയുടെ? ഞാൻ ലൈക്ക് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ ഗെയിം ലൈവ്സ് കാണാറില്ല. ഓക്കെ, ഞാൻ ഈ നടക്കുന്ന സീനിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കേരള അത്ര ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ഞാൻ ഗെയിമിംഗ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഇടയ്ക്കൊരു ടൈമിൽ. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗെയിമിംഗ് സ്റ്റോപ്പ് ചെയ്തു. അതിന് കോവിഡ് ടൈം വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓൺ വേൾഡിലായിരുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഗെയിമിങ്ങിലോട്ട് പിന്നെയും എൻട്രി എടുത്തപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും നെയിംസ് പിന്നെയും ഫെമിലിയർ ആയതും സ്ട്രീംസ് കണ്ടതും ആ ഒരു രീതിയിൽ ഇന്ററാക്ട് ചെയ്തത്. അപ്പം കുറെ നാള് എനിക്കൊന്ന് കേരള ഗെയിമിംഗ് ഞാൻ ഇഗ്നോർ ചെയ്ത് വെച്ചൊരു സാധനമായിരുന്നു. ഒരു ലാസ്റ്റ് 2018 to 2021, 22 സംതിങ് വരെ വലോറന്റ് എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. അത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഗെയിമിങ്ങിലോട്ട് തിരിച്ച് എൻറ്റർ ചെയ്തതും തിരിച്ച് അപ്പോഴാണ് സ്ട്രീമേഴ്സിനെ ഇവരെല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതും എല്ലാം ആയിട്ട് വന്നത്. ആ സമയത്ത് ഈ സൈക്കോ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാൻ ബേസ് ഉള്ള, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ആളുടെ ഗെയിമിങ്ങിന് അത്രയും ഫാൻ അല്ല. ഇന്നും 2020 ഗെയിമിനും ആ ലൈവും ഇന്നും ഇന്ന് 2026 ആയിട്ടും ആളുകൾ ആ ലൈവ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുക? ഇപ്പോഴും സ്റ്റിൽ ലൈവും സ്ട്രീമിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് 2020 നിങ്ങളുടെ സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള്. എന്താ സംഭവം എന്ന് വെച്ചാൽ 2020 എല്ലാവരും പണിയില്ലാതെ വീട്ടിലിരുന്ന് കൊറോണ ഹിറ്റ് ചെയ്തപ്പോൾ ഒന്നും ചെയ്യാനില്ല, സമയമുണ്ട്, ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അപ്പോഴാണ് ഈ പബ്ജി എല്ലാവരും ഒന്ന് ഈ സ്ട്രീംസ് ഒക്കെ അതിന് കൊറോണ ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് ആൾക്കാർ എല്ലാവരും ഇതിൻ്റെ പുറകെയായി. അപ്പോൾ അന്നൊക്കെ എന്താ ഈ വേൾഡ് കപ്പ് ഒക്കെ പോലെ തന്നെയായി അതിൻ്റെ ഒരു ഹരം എന്ന് പറഞ്ഞാൽ, പബ്ജി കളിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഹരമായിരുന്നു. അപ്പോൾ അന്ന് അധികം ആൾക്കാർ ചെയ്യാതിരുന്ന സംഭവമായിരുന്നു കോമ്പറ്റീഷൻ സ്ട്രീം. അതായത് ഞാൻ ഒരു സ്പോർട്സ് പ്ലെയർ ആയിരുന്നു. അത് സ്ട്രീം ചെയ്താണ് ഞാൻ തുടങ്ങിയത്. കാരണം എന്താ എനിക്കതൊരു പേഴ്സണൽ ആംഗിൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ഉടായ്പാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അക്യൂസേഷൻസ് വന്നായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു എങ്കിൽ ഞാൻ ക്യാമറയുടെ മുമ്പിലിരുന്ന് കളിക്കുന്ന കാണിച്ചു കൊടുക്കുക, അപ്പെങ്കിലും വിശ്വസിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് തുടങ്ങി. അപ്പോൾ ഒന്നാമത് 2018-19 എന്ന് പറഞ്ഞാൽ എനിക്ക് 19 വയസ്സാണ്. ആ ഒരു സമയത്തെ ഏജിൻ്റെ തളപ്പെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു പ്രോബ്ലമാണ്. അതായത് എന്ത് കണ്ടാലും ദേഷ്യമാണ്, വാശിയാണ്. ആ വാശിയൊക്കെ ഗെയിമിൽ അങ്ങനെ തീർക്കുന്നത്, കോമ്പറ്റീഷനിൽ അങ്ങ് തീർക്കുക എന്നുള്ള രീതിയിലാണ്. കേരളത്തിൽ നിന്ന് എങ്ങനെ പോയാലും നമ്പർ 1 ആയിരിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് 10 നമ്മൾ ടോപ്പ് 3 ആണ് എൻ്റെ ഇത്. ടോപ്പ് 3 ആലോചിച്ചാലേ ടോപ്പ് 10 എത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ ഗോൾസും പിന്നെ ടീമിനെ ഇത് ചെയ്ത് ആ ലെവലിലേക്ക് എത്തിക്കുക. പക്ഷെ അരഗൻസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ അരഗൻസ് ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടെ. ആ ഒരു എന്താ ഒരു ഫിൽട്ടർ ഇല്ലാതെ ഉള്ള സംസാരവും അധികം ഫിലോസഫി ഇല്ലാതെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, നേച്ചർ ഉണ്ടല്ലോ, അത് ആ റോ ആയിട്ടുള്ള ഒരു സംസാരം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പബ്ജി കളിച്ച ഓഡിയൻസ് തന്നെ വീണ്ടും വേറെ ഏത് ഗെയിം കളിച്ചാലും കാണും. പക്ഷെ എനിക്ക് പേഴ്സണലി അത് നല്ലൊരു സ്വഭാവമാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. കാരണം അങ്ങനെ സംസാരിക്കുന്ന ചിലപ്പോൾ പിള്ളേരുണ്ടാവും. അങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വൺസ് ലൈക്ക് എൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു പേരൻറ്റ് വന്ന് ഇതുകൊണ്ട് നീ കാണിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വല്ല വിഷമമാവും. കാരണം എൻ്റെ പേരൻസ് ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ കാരണം വേറൊരാൾ ഡിസപ്പോയിൻറ്റഡ് ആവണം. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറേ ലൈക്ക് അന്ന് ആ ഒരു ലെവലിൽ എത്തിച്ച കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ക്വാളിറ്റീസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ദേഷ്യവും ഒരു ചൂടൻ ഇതുണ്ട്, സ്വഭാവമുണ്ട്. അത് ഞാൻ ഇല്ലാതാക്കിയതിൻ്റെ റീസൺ പേഴ്സണലി അത് കുറച്ച് ഏജ് കഴിഞ്ഞാൽ നിർത്തണം എന്ന് തോന്നിയത് കൊണ്ടാണ്. ആ ഒരു ഏജ് ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതാണ് സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അത് തന്നെ നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുന്നതല്ല. സമയം പോകുമ്പോൾ ലൈക്ക് എല്ലാവരും മൂവ് ഓൺ ആയി. പിന്നെ ജോബൊക്കെ വന്നു, എല്ലാവരും തിരിച്ച് അന്ന് ചിലപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കാതിരുന്ന കൊച്ചിന്ന് ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽപ്പുണ്ടാവും. അപ്പോൾ ഒരുപാട് ടൈം കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ അതിനനുസരിച്ച് മൂവ് ഓൺ ആണ്. പക്ഷെ ആൾക്കാർ കാണുമ്പോൾ അന്നത്തേത് നല്ല രസം, അന്നത്തേത് ഉറപ്പായിട്ടും ഫണ്ണായിരുന്നു. കാരണം കളിക്കുമ്പോഴും ഫണ്ണാണ്, എല്ലാം ഒരു പുതുമയാണല്ലോ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നത് പറഞ്ഞ. അപ്പോൾ ഇന്ന് ആൾക്കാരെ തിരിഞ്ഞു നോക്കുമ്പോഴും ആ ഒരു പുതുമ സ്റ്റിൽ അതിലുണ്ടാവും. കാരണം അത്ര എന്തൂസിയാസത്തോടെയാണ് നമ്മളത് കളിക്കുന്നതും ആൾക്കാർ കാണുന്നതും. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി അതിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ സമയം പോകുന്നവരും നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവണം. ലൈക്ക് ചേഞ്ചസ് വരുത്തിയാലേ നമ്മൾ മൂവ് ഓൺ ആവത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി പുറകോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് എനിക്കൊരു ഫെയിലിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് ആൾക്കാരുടെ ആ ഒരു ഒപ്പീനിയൻ മാറ്റിയെടുക്കണം. അതായത് ഇപ്പോൾ പബ്ജി മാത്രമല്ല ഗെയിം, ഒരുപാട് ഗെയിംസ് ഉണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് സ്ട്രീം ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഒരു മെസ്സേജായിട്ട് കൊടുക്കണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. പല കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ഒപ്പീനിയൻ പറയുമ്പോൾ ആരും അങ്ങനെ കൂടെ നിൽക്കാറില്ല. എന്തെങ്കിലും
മേജർ ഈവൻറ്റ് പിന്നെ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും അത് എനിക്കങ്ങനെ ചേഞ്ച്, ആ ഒരു നേച്ചർ ചേഞ്ച് ചെയ്യണമെന്നില്ല. ഞാൻ ഒരു മനുഷ്യൻ്റെയും ഹെൽപ്പോട് കൂടിയല്ല ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത്. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിലൊരു പ്രത്യേക സുഖമുണ്ട്. കാരണം രാത്രി കിടക്കുമ്പോൾ ഭയങ്കര മനസ്സമാധാനമാണ്. ആരുടെയും കാര്യം നമ്മൾ ബോദർ ചെയ്യണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കി പോകുന്നു. അത് കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. അല്ലാതെ വേറൊരാളുടെ ഇഷ്യൂ നമ്മളെടുത്ത് ഇടുന്നില്ല. വേറെ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ അത് സ്ട്രൈക്ക് ബാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അങ്ങനെ സ്വന്തം കാര്യം നോക്കുക, സ്വന്തം ഒപ്പീനിയൻ പറഞ്ഞു പോവുക. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർക്കത് മേ ബി അത് ഇപ്പോൾ ദഹിക്കില്ലായിരിക്കും. ബട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പിലെ സ്റ്റേറ്റസ് അതാ, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് മാൻ എന്ന് പറയുന്നത് ഈസ് ദ വൺ ഹു ബിലീവ്സ് ഹി ഈസ് റൈറ്റ് എന്നാ. 8ാം ക്ലാസ്സിൽ ക്രിഞ്ചാണ്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമാണത്. ശരിയെന്ന് തോന്നുന്ന ആളാണ് ലോകത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കോപ്പറേറ്റ് ഇട്ടായിരിക്കും. ചാപ്ലിന്റെ പോലെ മീശയുള്ള വേറൊരാള് അത് ഇത് ബാൻ കിട്ടില്ല. ചാപ്ലിന്റെ ഒരു ഈവിൾ വേർഷൻ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അവര് തെറ്റാണെന്ന് അവർ വിചാരിച്ചിട്ടില്ല, അവര് ശരിയാണെന്ന് അവർക്ക് തോന്നിയിട്ടുള്ളൂ. അവര് ഉദ്ദേശിക്കുന്ന കാര്യം എന്തായിരുന്നാലും അവർ ചെയ്യുന്നതിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് അത്ര ഒരു ഇമ്പാക്റ്റ് അവർ ഉണ്ടാക്കി. ആ പ്രത്യേക കേസ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെങ്കിലും നല്ല ആൾക്കാരെ എടുത്തു നോക്കിയാലും അത് തന്നെയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചെയ്യുന്നതിൽ വിശ്വസിക്കുക, എന്താണോ ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും കണ്ടിന്യൂ ചെയ്യാം. എക്സെപ്റ്റ് ഫോർ ദിസ് ഗൈ, മറ്റേ മീശ. അല്ല, അറഗൻസിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ഇപ്പൊ ലൈക്ക് അറഗൻസ് മാറ്റി വെച്ചെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോ സൈക്കോയുടെ സൈഡിൽ നിന്ന് അറഗൻസ് തിരിച്ച് കൊണ്ടുവരാനാണ് നോക്കുന്നത്. കാരണം ബിസിനസ് പെർസ്പെക്റ്റീവില് ലൈക്ക് അറഗൻസ് ഇപ്പൊ പറഞ്ഞില്ല, നമ്മൾ റൈറ്റ് ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട്ട് നമുക്ക് അറഗന്റ് ആയാലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ലൈക്ക് പല ആൾക്കാരും പോസിബിൾ അല്ല ഇതാണെന്ന് പറയാം. നമ്മളവിടെ അറഗൻസ് കാണിച്ച് നമ്മൾ പുഷ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം തിരിച്ച് അറഗൻസ് കൊണ്ടുവരണം. അത് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഉള്ളൊരു സ്വഭാവം, അത് ഈ ദേഷ്യം വരിക എന്നുള്ളത്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിലാണേലും നമുക്ക് കുറേ കാര്യങ്ങൾ ബ്ലഡിൽ കിട്ടുമല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് പഠിക്കുക, അത് പഠിക്കാതിരിക്കുക. പല കാര്യങ്ങളും ലൈക്ക് നമുക്കെല്ലാം പോസിറ്റീവ് ഗുണങ്ങളായിരിക്കില്ല കിട്ടുന്നത്. അപ്പം അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും രണ്ടുപേരുടെയും മോശം ക്വാളിറ്റീസും ഈക്വലി കിട്ടും. അപ്പം അത് കണ്ട് അത് യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ മാക്സിമം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ പ്രായത്തിൽ വരെ അത്രയും മെച്ചുവേർഡായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഫാൻസ് ഉണ്ടാവുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നു, അത് ഇൻഫ്ലുവൻസ് ആവാനും അവിടെ അവസരങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് ലൈവ് പോകുന്ന സമയത്ത്, ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് ഒരു ലൈവ് കാണാൻ പറ്റും, ഒരു സ്ട്രീമിംഗ് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നോ പറയാൻ പറ്റും. കാരണം ഒരു മുറി അടച്ചതിന് ശേഷം ഇരുന്ന് കാണേണ്ട സിറ്റുവേഷൻ ആയിരിക്കും വരിക. സോ അന്ന് അങ്ങനെയല്ല. അന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അത് മറ്റുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾ, അത് ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് ശ്രദ്ധിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവരുത്? ഞാൻ സ്ട്രീമിംഗ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എന്താണോ ചെയ്യുന്നത് ആൾക്കാരെ കാണിക്കാന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തു പോകും തോറും ആൾക്കാർ കൂടുതൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞാലും ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരണം. കാരണം ഇത്രയും പേര് നമ്മളെ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എത്രത്തോളം എൻ്റെ കാര്യം മാത്രമാണ് നോക്കി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ എം റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഐ എം ഷോയിങ് ദം ടു. ഞാൻ എന്ത് സ്ട്രീമിൽ കാണിക്കുന്നു, ഞാൻ ചിലപ്പോൾ എൻ്റെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നായിരിക്കും ഗോഷ്ടി കാണിക്കുന്നത്. പക്ഷെ ആ കാണുന്നത് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന റൂമിലുള്ള ആൾക്കാരായിരിക്കില്ല. എനിക്കതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിയും. ഒരു ദിവസം ഞാൻ ഐ തിങ്ക് 2020 തോന്നുന്നു, ഒരു സ്റ്റോറി കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ടാഗ് ചെയ്തേക്കുന്നത്. ആ സ്റ്റോറിയിൽ ഒരു ഐ തിങ്ക് ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ കുറച്ച് ബെഞ്ചസൊക്കെ ഇട്ടേക്കുക, ബെഞ്ചസൊക്കെ മാറ്റിയിട്ടേക്കുക, പിള്ളേരൊക്കെ നടുക്കിരിക്കുക, ഒരു TV വെച്ചേക്കുക. ആ TV-യിൽ എൻ്റെ വീഡിയോ പ്ലേ ആക്കി കൊടുക്കുക. ഈ ഒരു മുതിർന്ന ഏതോ ഒരു ആള്, കൊച്ചു പിള്ളേർ, ഐ തിങ്ക് 4ോ 5ോ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ഈ TV-യിൽ എൻ്റെ വീഡിയോ ആ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തേക്കുന്ന ഒരു കാര്യം അത്. അത്രയും പിള്ളേർ അത് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ, ലൈക്ക് വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും ആ ഇൻട്രോ പ്ലേ ആവും, ലൈക്ക് ഗെയിം പ്ലേയുടെ ഇൻട്രോ പ്ലേ ആകുമ്പോഴത്തേക്കും പിള്ളേരിരുന്നത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ സ്ട്രൈക്ക് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും കൊച്ചു പിള്ളേർ ഇതിങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു
ഞാനൊരു റെസ്പോൺസിബിൾ അഡൾട്ടായിട്ടല്ല അവിടെ ബിഹേവ് ചെയ്യണ്ടേ. കാരണം എന്താ, ഞാൻ കാണിക്കുന്ന ഇമ്മച്യൂരിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതൊരു നല്ല മെസ്സേജാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ പറയുന്ന വാക്കുകൾ, മോശം വാക്കുകൾ, അതാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഞാൻ തുടങ്ങിയതിന് നല്ലൊരു ഉത്തരവാണ് ഞാൻ എത്തിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയ അന്ന് തൊട്ട്, അതായത് ഞാൻ പറയുന്ന മോശം വാക്കുകൾ ആക്ച്വലി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ അന്ന് തൊട്ട് നിർത്തിയതാണ് ഈ പറഞ്ഞ ടോക്സിക്, അല്ലെങ്കിൽ ചെറുതായിട്ട് പോലും എനിക്ക് അർത്ഥം അറിയാതെ ഞാൻ സംസാരിച്ചിരുന്ന കുറച്ച് വാക്കുകളുണ്ട് തുടങ്ങിയ സമയത്ത്. അതുപോലെ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. എൻ്റെ സ്ട്രീമിന് അങ്ങനത്തെ കോണ്ടന്റ് റീച്ച് വേണ്ട എന്നുള്ളത് ഞാൻ അന്നേ മനസ്സിലാക്കി. അതായത് ടോക്സിസിറ്റി സെൽസ് അല്ലെങ്കിൽ ടോക്സിസിറ്റി ഗെയിൻസ് ഓഡിയൻസ് എന്നാണോ ഞാൻ മനസ്സിലാക്കി അന്ന് നിർത്തിയതാണ് ഞാനിത്. അത് നല്ലൊരു പ്രവണതയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം സിമ്പിൾ പോയിന്റ് ഞാൻ പറയാം, ആക്ച്വൽ ഗെയിം പ്ലേ കോണ്ടന്റ് സ്ട്രീം ചെയ്ത് കയറിപ്പോകാൻ നോക്കുന്നവർക്ക് ഇതിലും വലിയൊരു തടസ്സം വേറെ ഇല്ല. അതായത് വിസിബിലിറ്റി ഓഡിയൻസ് കൊടുക്കുന്നത് എപ്പോഴും ഒരു ലൗഡ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവായിട്ട് റിയാക്ട് ചെയ്യുന്നതും, നമ്മുടെ ഇതുണ്ടല്ലോ അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ, അതൊക്കെ വല്ലാതെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഈ ആക്ഷൻ പടങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. സ്ട്രീമിലും ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഫാനിറ്റി അല്ലെങ്കിൽ വൾഗർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പറയുന്നത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഹരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ടെൻഡൻസി ആൾക്കാർക്ക് കൂടി. അപ്പോൾ അങ്ങനത്തെ കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ആക്ച്വൽ സ്കില്ലുള്ള ആൾക്കാർ, അതായത് ലെറ്റ്സ് ക്ലീൻ ആയിട്ട് നോക്കുന്നവരോ, മേ ബി സ്ട്രീമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗെയിമിംഗ് തന്നെ പ്രൊഫഷണലായിട്ട് എടുക്കാൻ നോക്കുന്നവരുടെ വിസിബിലിറ്റി ബേസിക്കലി സീറോ ആയിട്ട് പോവുക. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഇങ്ങനെയുള്ളവർക്ക്, ഞാനിപ്പോൾ മോശം കോണ്ടന്റ് പ്രൊമോട്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ വിസിബിലിറ്റി മാത്രമല്ല, അവരിടുന്ന എഫേർട്ട് ഒരു 50 times എങ്കിലും കൂട്ടിയാലേ അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വലിയൊരു പ്രോബ്ലമാണ്. അതാണ് ആക്ച്വലി കേരളത്തിനെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. കേരളത്തിലെ സ്ട്രീമിംഗ് ഓഡിയൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഓഡിയൻസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് കമ്പയർഡ് ടു അതർ പാർട്സ് ഓഫ് ഇന്ത്യ. കാരണം റീജിയണൽ ലാംഗ്വേജസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഇരുന്ന് സ്ട്രീം ചെയ്ത്, അതായത് ഗെയിമിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സ്ട്രീം ചെയ്ത് ഇങ്ങനെ ഏൺ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ആക്ച്വലി അത് നോക്കിയിട്ട് പറയുന്നതാണ്. അതായത് ഇവിടെ പോപ്പുലർ ആവുന്ന പോലെ വേറെ ഒരു ലാംഗ്വേജിലും ആൾക്കാർ അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല, ചെയ്യുന്ന കാര്യത്തിലൊരു പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് ഇല്ലാതെ. അത് കേരളത്തിലൊരു വിയേർഡ് കേസാണ്. കാരണം നമ്മൾ കൂടുതലും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എൻഗേജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മലയാളികളുടെ ഒരു മെയിൻ ഇതാണ്. കാരണം മലയാളികൾ അതിന് ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്ന കൂട്ടത്തില്ല. അത് എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങേയറ്റം കൊണ്ടുപോകും. പക്ഷെ എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ താഴെ ഇടുന്ന മാത്രമല്ല, ചവിട്ടിക്കൂട്ടി മറ്റേ പാതാളത്തിലോട്ട് കൊണ്ടുപോകും. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഫുട്ബോൾ ക്ലബ്സിലൊന്നാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഈവൻ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും ആൾക്കാർ എൻഗേജ് ചെയ്യുന്ന ഒരു ഇതില്ല വേറെ. പക്ഷെ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വല്ലാതെ ക്രൂശിക്കുക. ഇപ്പോൾ നമ്മൾ മലയാളീസ് ആക്ച്വലി എന്താ ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വേർഡ് എന്ന് പറയാം. കാരണം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ വരുന്ന മലയാളിയുടെ അടുത്ത് തന്നെയായിരിക്കും. ഇപ്പോൾ തെലുങ്കിലൊരു പടം ഇറക്കിയാലും മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ ചെന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അപ്രീസിയേഷൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഈ മലയാളീസിന്റെ ക്രിറ്റിസിസം കൊണ്ട് മാത്രം നമുക്ക് ബിസിനസ് മെച്ചപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ മലയാളി വിരോധിത ഒരു വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും ഞാനൊരു മലയാളിയാണ്. കേരളത്തിൽ നിന്ന് വിട്ടോളാൻ പറയും. പക്ഷെ സത്യമാണ്, ഞാൻ പറഞ്ഞില്ല, അത് നുണ പറയാൻ പറ്റില്ലല്ലോ. ഇത് കുറെ നാൾ സ്ട്രീം ചെയ്തിരുന്ന ഒരു ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഈഗോ ഇഷ്യൂ അല്ലെങ്കിൽ കണ്ണുകടി ഇങ്ങനത്തെ ഒരു വർത്തമാനമാണ് വരുന്നത് യൂഷ്വലി കോമൻസ് ആയിട്ട്. പക്ഷെ അത് എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാവില്ല. അത് ആൾക്കാരുടെ ഒരു നേച്ചറാണ് അങ്ങനെ ക്രൂശിക്കുക എന്നുള്ളത്. അത് കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് പറ്റുന്ന കാര്യമില്ല. പക്ഷെ പറയുന്ന കാര്യം മാറ്റി പറയാതിരിക്കുക, അത് ചെയ്യുന്നത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതാണ് ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ടല്ലോ. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ആളാണ്. അത് ഞാൻ അതും ഒരു കമന്റിൽ കണ്ടു. എപ്പോഴും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എപ്പോഴും കാണിക്കുന്ന ഒരാളാണ്. അത് ആളുടെ സ്ട്രീമിങ്ങിലായാലും
ലൈവിൽ കാണിക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പേര് സൈക്കോ എന്നാണെങ്കിലും പറയുന്നതും ചെയ്യുന്നതും ഒരു ബന്ധമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായ കോൺവെർസേഷനിൽ ഈ പേരൊന്നും ലൈക്ക് ഞങ്ങളുടെ ടീമിൽ ഒരാളുണ്ട്, അപ്പം പുള്ളിയുടെ വീട്ടില് സൈക്കോ എന്നുള്ള പേരാ പറഞ്ഞേ അല്ലെ. അപ്പം ആ ഒരു കാര്യം വെച്ചിട്ട് ഈ പേരൊന്നും പറയല് എന്നുള്ളൊരു ടോക്ക്. കാരണം വീടുകളില് സൈക്കോയാണ് എന്ന് പറയുമ്പോ ഉണ്ടല്ലോ വേറെ വേറെ രീതിയിൽ എടുക്കും. അതിന്റെ ഇപ്പൊ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പുറകിൽ നിന്ന് സൈക്കോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഓടേണ്ടി വരും. കാരണം അതൊരു നല്ലൊരു നെയിം, എന്നാലും ഒരു ഐഡന്റിറ്റി ആണല്ലോ. ആലോചിച്ചു ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇടയ്ക്ക് സൈക്കോ എന്ന് വിളിക്കുന്നത് കളിയാക്കിക്കൊണ്ട്. അപ്പം എന്റെ റൂം മുകളില അപ്പൊ താഴേക്ക് ഇറങ്ങി വരുമ്പോ സൈക്കോ എപ്പോ വന്നു എന്നുള്ള അവരങ്ങനെ ആ പേര് വീട്ടിൽ തന്നെ മാക്സിമം വീട്ടിൽ തന്നെ ലൈക്ക് അമ്മാമ്മ മാത്രമേ അങ്ങനെ വിളിക്കാത്തുള്ളൂ. കാരണം അമ്മാമ്മക്ക് പല്ലില്ല, അതുകൊണ്ട് സൈക്കോ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ അല്ലെങ്കിൽ അമ്മയും കൂടെ വിളിച്ചേരായിരുന്നു. ആ പേരിടുന്ന സമയത്തെ നമുക്കറിയാം ഇത് എന്തായാലും ആളുകളത് നമുക്ക് ആ വാക്കിനെടുക്കുന്ന രീതി വേറെയാണല്ലോ. ആ സമയത്ത് ഈ പേരിടുന്ന സമയത്ത് എന്തായിരുന്നു അശ്വിൻ ചേട്ടൻ മനസ്സിൽ? അതിന് ബ്ലൈൻഡ് സൈക്കോ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ണു കാണാത്ത എന്താ ഭ്രാന്തൻ അങ്ങനെ അർത്ഥം നോക്കിയിട്ടല്ല. ഞാൻ സൈക്കോഫാന്റ് എന്നുള്ളൊരു വാക്കിൽ നിന്ന് തുടങ്ങി. അതൊരു വേർഡ് പ്ലേ. സീക്കോഫാന്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷ് എന്നാണ് പറയുക, ഇംഗ്ലീഷ് വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം ബാക്കിയുള്ളവരെ സ്വന്തം ഗെയിൻസിന് വേണ്ടി ലീച്ച് പോലെ അറ്റാച്ച് ചെയ്ത് പവറുള്ളവരെ അവരുടെ കൂടെ നിന്ന് അവരെ മാക്സിമം ഇത് ചെയ്ത് സോപ്പിട്ട് ഗെയിൻസ് വരുത്തുക. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബാക്കിയുള്ളവരെ സോപ്പിട്ട് ഇത് ഉപയോഗിക്കുക. യെസ്, അങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ വാക്കിനെ സൈക്കോഫാന്റ് എന്നാക്കി. അപ്പൊ ബേസിക്കലി ഐറണി പോലെ, അതായത് ഞാൻ ചെയ്യാത്തൊരു സംഭവം ഞാൻ അങ്ങനെ ഇട്ടാണ്. അതായത് അതിന്റെ ആ ഒരു വേർഡ് പ്ലേ ഉണ്ടല്ലോ. ഇപ്പൊ സീറോ സിഗ്നൽ ആണെങ്കിലും അങ്ങനെ തന്നെയാ. ബ്രാൻഡിന്റെ പേര് സീറോ സിഗ്നൽ, അതായത് സിഗ്നൽ ഇല്ലായ്മ. അതെ, കാരണം ഫോൺ വിളിക്കുമ്പോ സിഗ്നൽ ഇല്ല. അതെ, പക്ഷെ കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോൺ എടുക്കും. അതാണ് ആ ഒരു ഐറണി. അത് തന്നെയാണ്. കാരണം ഈ സൈക്കോഫാന്റ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സീറോ സിഗ്നൽ അതേപോലെ തന്നെയാണ്. ഒരു ഐറണി എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ ബ്രാൻഡ് നെയിമിൽ. കമ്പനിയുടെ പേര് ഇതിലും കോമഡിയാ, ബെയർ മിനിമം എഞ്ചിനീയറിംഗ്. അപ്പൊ ആ കമ്പനിയുടെയാണ് സീറോ സിഗ്നൽ എന്ന് പറയുന്നത്. വെറൈറ്റി പേരിടുന്നൊക്കെ ആരാ? ഞങ്ങളിങ്ങനെ ഡിസ്കൗണ്ട് ഒരു ദിവസം കുറെ നാൾ എടുത്തല്ലേ സീറോ സിഗ്നൽ. നമ്മള് മൾട്ടിപ്പിൾ ടൈം നമ്മളിങ്ങനെ ഇരുന്നു. ഒരു പർട്ടിക്കുലർ ഡേയില് ഇതും കിട്ടി. കുറെ പേര് നോക്കിയായിരുന്നു, പിന്നെ ഇതിലേക്ക് ഉറപ്പിച്ചു. കാരണം നല്ലൊരു ഇതായിട്ട് ഇസഡ് വെച്ചോണ്ട് അധികം ഇല്ല. അപ്പൊ സീറോ സിഗ്നൽ എന്ന് പറയുന്നത് സീറോയുടെ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. പൂജ്യം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മള് പൂജ്യം വെച്ചിട്ട് ലോഗോ ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ അത് ചെയ്തു വന്നപ്പോഴത്തേക്ക് മറ്റേ ഫ്ലാഷിന്റെ ലോഗോയി മാറി. ഒരുപാട് ലോഗോയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഫുൾ ക്രിയേറ്റീവ് ക്രെഡിറ്റ്സ്. അപ്പൊ അങ്ങനെ എന്താ ആ ഒരു ഐറണി പേരിലും അങ്ങനെ തന്നെയാണ്. ആൻഡ് വേറെ സ്ട്രീം ചെയ്യുന്നതിൽ ഈ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീട്ടിലെങ്ങനെയാണോ അച്ഛനും അമ്മയോടും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപടി തന്നെയാണ് സ്ട്രീമിലും സംസാരിക്കുന്നത്. ഞാനൊരു ഇത് വെച്ചേക്കുക, ഒരു പേഴ്സണൽ ഇതുപോലെ ഗൈഡ് ലൈൻ പോലെ വെച്ചേക്കുക. അവരോട് എന്തൊക്കെ വാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ അതേപടി തന്നെയാണ് ഞാൻ സ്ട്രീമിൽ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു വാക്ക് പോലും ഞാൻ അത് കഴിഞ്ഞ് പോകത്തില്ല എന്നുള്ളത് ഞാൻ ശബ്ദം എടുത്തേക്കുക. അപ്പൊ അത് എന്താ എനിക്ക് ഒരു പേഴ്സണലി ഞാൻ വല്ലാതെ ഒരു അച്ചീവ്മെന്റ് പോലെ വെക്കുന്ന കാര്യമാണ്. കാരണം ഉറപ്പായിട്ടും ഈ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇതുപോലെ വെക്കുന്നത്. എന്താ ആൾക്കാർ അളവുകോല് പോലെ വെക്കുന്ന സംഭവം ഇതാ. പക്ഷെ ആൾക്കാരെ പിടിച്ചെടുത്താൻ ഈ മോശം സംസാരം മാത്രമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഞാൻ പേഴ്സണലി ഒരു ഫെയിലർ ആയിട്ടേ കാണത്തുള്ളൂ. എനിക്ക് അതുകൊണ്ടുള്ള വ്യൂസ് വേണ്ട. ഇപ്പം എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിലും എനിക്ക് അതിൽ നിന്നുള്ള പേയ്മെൻറ്റോ റെന്യൂമറേഷൻ കൊണ്ടോ എനിക്ക് സ്ട്രീമിംഗ് കണ്ടിന്യൂ ചെയ്യണ്ട. അതുകൊണ്ട് ആൾക്കാർ കാണാൻ ആരും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ആ ഒരു ലെവലിലേക്ക് പോകത്തില്ല എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചേക്കുന്നൊരു കാര്യമാണ്. അത് ഫോളോ ചെയ്ത് പോവുക, ഡെയിലി അത് ഫോളോ ചെയ്ത് പോകുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും എന്താ ഒരു പേഴ്സണലി സന്തോഷമുണ്ട്. കാരണം സ്വന്തം ഐഡന്റിറ്റി വിട്ടിട്ട് പോക്കറ്റ് ഫിൽ ചെയ്യാൻ നോക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഞാൻ സ്ട്രീമിംഗ് നിർത്തി ഏത് ഫീൽഡിൽ പോയാലും ഇതേ പോളിസി തന്നെയായിരിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതുകൊണ്ട് കഴിക്കുന്ന ചോറ് ഇറങ്ങില്ല. ഡെയിലി ഒരു ഇത് വേണ്ടേ, നമുക്കൊരു മര്യാദ വേണ്ടേ. ഇപ്പൊ ഒരു 7 വർഷത്തെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്.
സോ ഇത് ഓരോ ദിവസവും ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇപ്പം ആളുകൾ അറിയുന്നു, അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിച്ച ആ ഒരു സ്റ്റേജിലെത്തി. ഇപ്പം പാഷൻ്റെ പുറകെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു 5 വർഷം കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്ങനെയായിരിക്കുന്നതാണ്? ക്രെഡിറ്റ് നമുക്ക് പറയാമല്ലോ. അല്ലെങ്കിൽ 10 വർഷം എന്നുള്ളൊരു ഗോളല്ല, ആക്ച്വലി ചെറിയ ബേബി സ്റ്റെപ്സിൽ നിന്ന് ഇത് ചെയ്യുക. അതായത് മന്ത്ലി ഇത്ര ടാർഗറ്റ് വെക്കുക, അതൊക്കെയാണ് മെയിൻലി ഇപ്പം നോക്കുന്നത്. ആൻഡ് നമ്മൾക്കൊരു വിഷനുണ്ട്, ബ്രാൻഡ് എവിടെ എത്തി നിൽക്കണം എന്നുള്ളൊരു വിഷനുണ്ട്. പക്ഷെ അത് അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതിന് താല്പര്യമില്ല, ചെയ്തിട്ട് അത് കാണിക്കാന്നുള്ള താല്പര്യമുള്ളൂ. കുറച്ച് ബിഗർ വിഷൻ ആണ്. അപ്പം അത് അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ബ്രാൻഡ്സിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പം നമ്മൾ ചെയ്യുന്നത് നോർമൽ ഇപ്പോൾ പല മാർക്കറ്റ് ഓൾറെഡി സാറ്റുറേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഈ സാറ്റുറേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു സ്റ്റോർ എന്നുള്ള രീതിയിലുമല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മണ്ടക്കൊരു ലെവലിൽ നമ്മൾ വലിയ പ്ലേയേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റണം എന്നാണ് നമ്മുടെ ഒരു വിഷൻ. അപ്പം അത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹേർഡിലാണ്. അപ്പം അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇനിഷ്യലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നമുക്ക് ഗോൾസ് ഉണ്ട്. അപ്പോൾ ആ ഗോൾസ് നമുക്ക് ഇയർ ഓൺ ഇയർ ലൈക്ക് ഈവൻ 6 monthsലാണ് നമുക്ക് ചെറിയ ചെറിയ ടാർഗറ്റ്സ് ഉണ്ട്. അത് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ മാക്സിമം പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പം സൈക്കോ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രാൻഡിൻ്റെ അകത്തും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്സ് സാധനങ്ങൾ വരാതിരിക്കുക. ഇൻ കേസ് വന്നു കഴിഞ്ഞാലും നമ്മൾ കസ്റ്റമർ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനും പാഷൻ ത്രൂ ആണ് ഈ ഒരു PC ബ്രാൻഡ് ഇതിലോട്ട് വന്നത്. അപ്പം ഇതിന് മുന്നേ എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 10 years ആയിട്ട് ഞാൻ PC സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ട് ഞാൻ PC വാങ്ങിച്ചപ്പം എനിക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. അപ്പം അവർ അക്കൗണ്ടബിലിറ്റി കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ബ്രാൻഡിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ സെയിം അക്കൗണ്ടബിലിറ്റി പ്ലസ് സപ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. ഇനിഷ്യൽ നമ്മളിപ്പോൾ കറണ്ട് സ്റ്റേജിൽ നമ്മളിപ്പം ലൈക്ക് ഓർഡേഴ്സ് നമ്മളങ്ങ് എടുക്കാൻ അധികം പ്ലാനും ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കൊണ്ട് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ പുതിയ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരുന്ന നമുക്ക് ഇങ്ങോട്ട് പൈസ ഇൻകമിങ് കിട്ടും. പക്ഷേ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ്. ഇപ്പം അശ്വിൻ നേരത്തെ പറഞ്ഞതിൽ സെയിൽസ് എന്നുള്ള ആ ഒരു ജേർണിയിൽ ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പർച്ചേസ് തൊട്ടാണ്. അപ്പം ഇവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് സോറി നമ്മൾ 1 day ഡിലേ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ പെർസ്പെക്റ്റീവ് നമുക്കത് കൊടുക്കാൻ ഒട്ടും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റെസൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹൈ പ്രയോറിറ്റി. അപ്പം അതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. കൂടുതൽ നമ്മൾ സെയിൽസ് അല്ലെങ്കിൽ വോളിയംസ് വരുന്നതിനെക്കാട്ടിൽ ഉപരി. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു ഓപ്പറേഷൻസും ഇന്നവേ അതുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഒരു സ്മോൾ ടീം നമ്മൾ മാക്സിമം ലീനിയൻ്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കുറെ പേര് വാങ്ങിയില്ലല്ലേ പ്രൊഡക്റ്റ്? ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഡെലിവറി ചെയ്ത്. മറ്റേ ഏറ്റവും നമുക്ക് ഹൈലൈറ്റ് വന്നത് നമ്മൾ ലിമിറ്റഡ് എഡിഷൻ ഒരെണ്ണം ചെയ്തായിരുന്നു. വിത്തിൻ എ ഡേ അത് 24 hours എല്ലാം സോൾഡ് ഔട്ട് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡിമാൻഡ് ആയിരുന്നു. നമ്മൾ പിന്നെ ഞങ്ങള് ബാക്കിയുള്ള ബ്രാൻഡ്സിനെ പോലെ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് നമ്മള് ശരിയല്ലല്ലോ. ഇപ്പൊ 5 ഇറക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഡിമാൻഡ് എത്രത്തോളം കൂടിയാലും ആ 5 വെച്ചാലേ അതിനൊരു വിലയുള്ളൂ. 5 എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മള് അതിൽ കൂടുതൽ ഇറക്കി കഴിഞ്ഞാൽ ആ 5 എടുത്തമാര് ആവുമല്ലേ. ആൻഡ് ഡെലിവറി ചെയ്യുന്നത് നിങ്ങളെ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അത് സർപ്രൈസ് ആയിട്ട് അവിടെ എത്തുമ്പോൾ സൈക്കോ എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വേറെ ആളുടെ കയ്യിലെത്തുന്നു, അത് ടെൻഷന് അപ്പുറം ഒരു സന്തോഷമല്ലേ? എങ്ങനെ അത് ഫീൽ ചെയ്യാ? എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ളൊരു എന്താ ഭയങ്കര ഒരു ഹരമായിരുന്നു. ഇപ്പം എൻ്റെ എന്തെങ്കിലും ഒരു റബ്ബറോ പെൻസിലോ ഒക്കെ അടുത്തിരിക്കുന്ന ആൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് കൊച്ചിലേ ഉള്ള എന്താ അങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ഒരു ഫീലാണ് അതിന്. അപ്പൊ സ്വന്തം പ്രൊഡക്റ്റ് വേറെ ആൾക്കാർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതേ ഒരു ഫീലിംഗ് തന്നെയാണ്. ആ ഒരു എന്താ ഒരു പ്രത്യേക ഒരു ഹരം ഉണ്ടായി. സോ ഈ ഒരു സംരംഭം വലിയൊരു വിജയം ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, വിഷ് ചെയ്യുന്നു. സീറോ സിഗ്നലിൽ ഇപ്പം 4 പേരടങ്ങുന്ന ടീം ഒരു വലിയ ടീമായി മാറട്ടെ. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം എല്ലാവരും നിങ്ങളുടെ PC ഉപയോഗിക്കട്ടെ വിഷയമാണ്. വരാം. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. കാലം മാറി, ഇനി അങ്ങോട്ട് എൻട്രി മസ്റ്റാ. സ്കില്ലിൽ മുന്നിൽ നിൽക്കാൻ മുന്നിലുണ്ട് ഇൻ ഡിമാൻഡ് കോഴ്സുകൾ. എൻട്രി, ഡൗൺലോഡ് ദി ആപ്പ് നൗ.